ഇനി പരീക്ഷ എഴുതുമ്പം അറിവിന് മാത്രമാണോ പരീക്ഷയ്ക്ക് മാർക്ക്? അല്ല, പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് വാങ്ങിക്കാൻ ഒരുപാട് നുണുക്ക് വേലകൾ. അതിൽ ഞാൻ ഉപയോഗിച്ച പരീക്ഷ ജയിക്കാൻ എനിക്ക് ഈ പരീക്ഷ എഴുതുന്ന വലിയൊരു രസമാണ്. ഈ ഫുട്ബോളും ക്രിക്കറ്റ് കളിക്കുന്നവർ ചുമ്മാ പോയി പരീക്ഷ എഴുതും. റിസൾട്ടൊന്നും നോക്കിയാൽ ചിലപ്പോൾ 2 റിസൾട്ട് പോസ്റ്റിൽ വരും. ആ പരീക്ഷ എഴുതുന്ന രസത്തിന് പോയി പരീക്ഷ എഴുതുക. അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ ചില നുണുക്ക് വേലകൾ. ഉദാഹരണത്തിന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു ഗവേഷണം നടത്തി. ഒരേ ഉത്തരം, ഒരേ ഫുൾ സ്റ്റോപ്പ്, ഒരേ കോമ, ഒരേ കയ്യക്ഷരം, ഒരേ ആളായിരുന്നു എഴുതുന്നത്. പക്ഷെ അവർ ലൈൻസ് ആൻഡ് വേർഡ്സ് മാറ്റി. ഒരു പേജിൽ 13 വരി തൊട്ട് 46 വരി വരെ മാറ്റി മാറ്റി എഴുതിച്ചു. ഒരു വരിയിൽ 3 വാക്കോട്ട് 9 വാക്ക് വരെ മാറ്റി മാറ്റി എഴുതിച്ചു. സെയിം ആൻസർ, സെയിം ഹാൻഡ് റൈറ്റിംഗ്, സെയിം ഫുൾ സ്റ്റോപ്പ്, സെയിം കോമ, സെയിം വേർഡ്സ്. 6 ഭൂഖണ്ഡത്തിൽ കൊണ്ട് വാല്യ വെച്ചു. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഒരു പേജിൽ 25 വരിയും ഒരു വരിയിൽ 5 വാക്കുകളുമായി പരീക്ഷ എഴുതിയ ഉത്തരക്കടലാസിന് 5% മാർക്ക് കൂടുതൽ കിട്ടി. 300 മാർക്കിൻ്റെ പരീക്ഷയിൽ 15 മാർക്ക് അധികം കിട്ടി. അപ്പം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വെള്ളക്കടലാസ് എടുത്ത് സ്കെയിൽ വെച്ചിട്ട് 25 വര വരയ്ക്കണം. ഓരോ വരെ 5ആയി ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് എഴുതി പഠിക്കണം. കാരണം നിങ്ങൾ പരീക്ഷയ്ക്കെങ്കിലും വെള്ളക്കടലാസ് കിട്ടുന്നത്. എന്നിട്ട് എഴുതി പഠിച്ചാലുണ്ടല്ലോ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഏതാണ്ട് 25 വാക്കൊരു പേജിൽ വരും. അങ്ങനെ എഴുതിയാൽ വെറുതെ 5% മാർക്ക്, 15 മാർക്ക് കൊണ്ടിട്ടു. രണ്ടാമതായി, ഒരു പരീക്ഷ കടലാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേജ് ഏതാണ്? ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി ഏറ്റവും കൂടുതൽ മാർക്ക് കയറുന്ന പേജ് ഫസ്റ്റ് പേജാണ്. സാറന്മാർ ഈ പേപ്പർ നോക്കുന്നതിന് മുമ്പ് എടുത്ത് നോക്കും. കൊള്ളാം, ബെസ്റ്റ് എന്നൊരു തോന്നലുണ്ടാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് 1ാമത്തെ പേജിന് എഴുതാൻ 5 മിനിറ്റ് മാറ്റി വെച്ചേക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് കൈ കിട്ടിയാൽ 3 മണിക്കൂർ ഡിവൈഡ് ചെയ്യും. 1ാം ചോദ്യത്തിന് 20 മാർക്കാണ്. എനിക്ക് ഏകദേശം അത് അറിയാം. അപ്പോൾ ഒരു 15 മിനിറ്റ് അത് എഴുതാൻ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ വലിയ പരിചയമില്ല, എന്നൊരു 10 മിനിറ്റ് കൊടുത്താൽ അതിങ്ങനെ നമ്മൾ സമയം വീതിച്ചിട്ട് ഈ വാച്ചങ്ങോട്ട് തുറന്ന് മേശപ്പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. ഇങ്ങനെ സമയം ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് എക്സ്ട്രാ ഫസ്റ്റ് പേജിന് കൊടുത്തേക്കണം. ഫസ്റ്റ് പേജിൽ വെട്ടും കുത്തും തിരുത്തും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഒറ്റ വെട്ടും തിരുത്തുണ്ടാകാൻ പാടില്ല. പല കുട്ടികളും ചുമ്മാ അങ്ങോട്ട് എഴുതി തുടങ്ങും. തെറ്റിപ്പോയി, ഒറ്റ വര കുറുക്കെ. വേറെ ചില കുട്ടികൾ ബാർബഡ് വയർ ഫെൻസ് ഇങ്ങനെ വരച്ച് വെച്ചളയും. ചില കുട്ടികൾ അയ്യോ സാറത് കാണാൻ പാടില്ല, കുത്തി വരച്ച് 2 കിഴുത്തിട്ട് വെക്കും. അപ്പോഴേ കാണുമ്പോഴൊരു അശ്രയൻ. അതുകൊണ്ട് ഫസ്റ്റ് പേജ് 5 മിനിറ്റ് എടുത്ത് ഒരു വെട്ടും കുത്തും തിരുത്തുമില്ലാതെ ഉരുട്ടി പിടിച്ചിരുന്ന് എഴുതി കൊടുത്തേക്കണം. 5 മാർക്ക് കൂടുതൽ കിട്ടും. IAS പരീക്ഷയ്ക്ക് നല്ല ഹാൻഡ് റൈറ്റിങ്ങിന് 5 മാർക്ക് അധികം കൊടുത്തിരിക്കണം. ഞാൻ IAS പരീക്ഷയുടെ എക്സാമിനറാണ്. ഞങ്ങൾ ഈ ആൻസർ ടിക്കറ്റ് അവിടെ എടുത്തിങ്ങനെ നോക്കും. എന്നിട്ട് 5 മാർക്ക് കൊടുക്കേണ്ട 5 മാർക്ക് കൊടുക്കും. ആദ്യം കിട്ടുന്ന മാർക്കാണ്. അവർ 2-3 കൊല്ലത്തിന് മുമ്പ് IAS അവർ ഗവേഷണം നടത്തി. ആർക്കാണ് ഈ കൈയക്ഷരത്തിന് മാർക്ക് കിട്ടുന്നത്? അവർ കണ്ടെത്തി 85% കൈയക്ഷരത്തിന് മാർക്ക് കിട്ടിയത് പെൺപിള്ളേർക്കാണ്. ആൺപിള്ളേർക്ക് ഒരു 15% ഈ മാർക്ക് കിട്ടിയിട്ടുള്ളൂ. കാര്യം എന്നറിയാമോ? പെൺപിള്ളേരുടെ കൈകളുണ്ടല്ലോ, വിരലുകൾ, കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല മൃദുലവും ലോലവും വണ്ണം കുറഞ്ഞാണ്. അപ്പോൾ ഈ പെൺപിള്ളേർക്ക് ഈ പേന ഇങ്ങനെ പിടിച്ച് എഴുതാൻ വളരെ എളുപ്പമാണ്. ആൺപിള്ളേർക്കെല്ലാം വാൾ വെച്ച് വെട്ടാനുള്ള കൈയല്ലേ, അവനുള്ള വലിയ വണ്ണമുള്ള കൈയാണ്. അവൻ ഈ പേന വെച്ചിട്ട് കാക്കം പൂക്കം എഴുത്തെഴുതും. കൈയക്ഷരം ശരിയാവില്ല. അവനാണ് ഈ ആൺപിള്ളേർക്ക് മാർക്ക് കിട്ടാത്തത്. അതുകൊണ്ട് ആൺപിള്ളേർ പരീക്ഷ എഴുതുമ്പോഴെങ്കിലും നല്ല കൈയക്ഷരത്തിൽ എഴുതി കാണും. അപ്പോൾ ഫസ്റ്റ് പേജ് 5% മാർക്ക് കൂടുതൽ കൊണ്ടുവരും. 3ാമത്തേത്, കുട്ടികൾ 2 തരത്തിലാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുന്നത്. എൻ്റെ കൂട്ടുള്ളൊരു പരീക്ഷ എഴുതിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്രോണോളജിക്കൽ ഓർഡറിൽ ഉത്തരം എഴുതും. ചില കുട്ടികൾ അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, 7ാമത്തെ ചോദ്യം പഠിച്ചു വെച്ചാണ് അവനടിച്ച് പുറത്ത് 7ാമത്തെ എഴുതും, പിന്നെ 10ാമത്തെ, പിന്നെ 1ാമത്തത്. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി അനുക്രമമായി ഉത്തരം എഴുതുന്ന കുട്ടിക്ക് ഓർഡർ തെറ്റിച്ചെഴുതുന്ന കുട്ടിയെക്കാളും 7% മാർക്ക് കൂടുതൽ കിട്ടും. 7% മാർക്ക്. കാര്യം എന്താണെന്നറിയാമോ? അനുക്രമമായി ഉത്തരം എഴുതുന്ന കുട്ടിയെ പറ്റി സാറിന് തോന്നുന്നു ഇവരെ അടുക്കും ചിട്ടുള്ള കുട്ടിയാണ്. മറ്റവൻ 7ാമത്തെ ആദ്യം കൊണ്ട് എഴുതി. സാറിന് അറിയാം ഇവരെ ഏറ്റവും അറിയാവുന്ന ഉത്തരം 7ാമത്താണ്. അതുകൊണ്ട് അവൻ അത് എഴുതി. അത് 60% ഉള്ളൂ. അടുത്ത ഉത്തരം നിങ്ങൾ 65% എഴുതിയാലും
നിങ്ങൾ സാറിനെ പ്രൊജുഡിസ് കളഞ്ഞു, 58 പിന്നെ 56 54 കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഓർഡർ തെറ്റിച്ച് ഉത്തരം എഴുതരുത്. ആൻസർ ഓൾവേസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. 4-മതായി ശാസ്ത്രജ്ഞന്മാർ ഒരു ഗവേഷണം നടത്തി. ചില കുട്ടികൾ 10 ചോദ്യത്തിന് ഉത്തരം എഴുതണം. 10ഉം അറിയാവുന്ന രീതിയിൽ എബോറെ ഉത്തരം എഴുതും. വേറെ ചില കുട്ടികൾ 9 ചോദ്യം അടിച്ച് പാർത്തിയും എഴുതും, 10ാമത്തെ അങ്ങ് വിട്ടുകളെ. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി 10 ചോദ്യവും എബോ ഓവറേജായിരുന്ന കുട്ടിക്ക് 9 ചോദ്യം ഫ്ലറിഷിംഗ് ആയിട്ട് എഴുതിയിട്ട് 10ാമത്തെ വിട്ട് കളഞ്ഞ കുട്ടിയെക്കാളും മാർക്കുകൾ കിട്ടും. കാര്യം എന്താണെന്നറിയാമോ? 9 ചോദ്യം എഴുതി 10ാമത്തെ വിട്ട് കളഞ്ഞ കുട്ടിയെപ്പറ്റി സാറിന് തോന്നുന്നതെന്നറിയാം, ഇവൻ സെലക്ഷൻസിനാണ് സിലബസ് മുഴുവൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവന് 10ാമത്തെ എഴുതാൻ പറ്റാതെ പോയത്. രണ്ടാമത് സാറിന് മനസ്സിലാവും, ഇവൻ ഒരു ടൈം മാനേജ്മെൻ്റ് ഇല്ലാത്തവനാണ്. 9 എഴുതിയപ്പോഴേ 3 മണിക്കൂർ തീർന്നു, 10ാമത്തെ എഴുതാൻ സമയമില്ല. രണ്ടായാലും നിങ്ങളെപ്പറ്റി സാറിന് എതിരഭിപ്രായം. അതുകൊണ്ട് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്, നെവർ ലീവ് എ ക്വസ്റ്റ്യൻ അൺആൻസർഡ്. 4ാമത്തെ പാഠം. 5-മത്തത്, എങ്ങനെയുള്ള ഉത്തരക്കടലാസിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്? എന്നെപ്പോൾ ഉപയോഗിക്കുന്നൊരു പരിപാടിയുണ്ട്, സബ് ടൈറ്റിലിംഗ് എന്ന് പറയും. ഓരോ പാരഗ്രാഫ് എഴുതുമ്പം തലക്കെട്ടിട്ട് അടി വരയിടും. പ്രധാനപ്പെട്ട പോയിൻ്റ് എഴുതിയാൽ അതിനടിയിൽ വരയിടും. ഏതെങ്കിലും മഹാന്മാരുടെ പുസ്തകം ഉദ്ധരിച്ചാൽ അതിനടിയിലൊരു വരയിടും. മെയിൻ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനടിയിൽ വരയിടും. ഇതാണ് സബ് ടൈറ്റിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരാളൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്താൽ അതിൻ്റെ പ്രോബബിൾ ആൻസർ അയച്ചു കൊടുക്കും. ഞാനൊക്കെ UPSCക്കും കേരള പോലീസ് സർവീസ് കമ്മീഷൻ ക്വസ്റ്റ്യൻ ഇടുന്ന ആളാണ്. അപ്പോൾ ചോദ്യം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്, അത് എഴുതിയാൽ 35% മാർക്ക് കൊടുക്കണം. 3 അപ്രധാനമായ പോയിൻ്റ് ഉണ്ട്, ലെസർ ഇമ്പോർട്ടൻറ്റ്, അത് എഴുതിയാൽ 15% വെച്ച് മാർക്ക് കൊടുക്കണം. പിന്നെ ഒരു 4 മൈനർ പോയിൻറ്റ്സ് ഉണ്ട്, അത് എഴുതിയാൽ 5% മാർക്ക് കൊടുക്കണം. അപ്പോൾ എക്സാമിനർ എന്തോ തപ്പുന്നത്, നമ്മുടെ ഉത്തരത്തിൽ ഈ ഐഡിയാസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എൻ്റെ ഉത്തരക്കടലാസ് നോക്കാൻ സാറിന് 10 മിനിറ്റ് മതി. ഫസ്റ്റ് ചോദ്യം നോക്കി എൻ്റെ അടി വരയിട്ട് നോക്കുമ്പോഴേ എല്ലാ പോയിൻറ്റുമായി 10 ഔട്ട് ഓഫ് 10. അടുത്തത് നോക്കി അണ്ടർലൈൻ നോക്കുമ്പോഴേ എല്ലാ പോയിൻറ്റുമായി 10 ഔട്ട് ഓഫ് 10. എൻ്റെ ആൻസർ ഷീറ്റ് മുഴുവൻ സാറ് വായിക്കുക പോലും ഇല്ല, ഭയങ്കര മാർക്ക് കിട്ടും. അതുകൊണ്ട് സ്ട്രക്ചറലായി പഠിച്ച് നിങ്ങളുടെ ഉത്തരത്തിനകത്ത് സബ് ടൈറ്റിലിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാരഗ്രാഫ് ഇട്ട് അടി വരയിട്ട്, മെയിൻ പോയിൻറ്റ്സിനടിയിൽ വരയിട്ട്, എഴുത്തുകാരുടെ പേരിനടിയിൽ പുസ്തകത്തിനടിയിൽ വരയിട്ട് കൊടുക്കാൻ പറ്റിയാൽ ഭയങ്കര മാർക്കാണ്. റാങ്ക് വാങ്ങിക്കുന്ന ഉത്തരക്കടലാസായിട്ടത് മാറും. സബ് ടൈറ്റിലിംഗ്. ഇനി 6-മത്തത്, ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കയറുന്ന വരികൾ എന്തൊക്കെയാണ്? ശാസ്ത്രജ്ഞർ പറയുന്നു, ഓരോ ഉത്തരത്തിൻ്റെയും ആദ്യത്തെ സെൻറ്റൻസും ഓരോ ഉത്തരത്തിൻ്റെയും അവസാനത്തെ സെൻറ്റൻസും എല്ലാ സാറന്മാരും വായിച്ചിരിക്കും. നടുഭാഗം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്നിരിക്കും. പക്ഷേ ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് ദ ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ, ഈച്ച് ആൻസർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ പഠിപ്പിക്കുന്ന അച്ഛൻ അമേരിക്കയിൽ പോയി PhD എടുത്തുകൊണ്ട് വന്നു. അച്ഛന് ഒരു ദിവസം എന്നെ വിളിച്ച്, എൻ്റെ അലക്സിന് ഒരുപാട് കാര്യം അറിയാം അലക്സേ, പക്ഷേ അലക്സിന് പരീക്ഷ എഴുതാൻ അറിഞ്ഞൂടാ, ഞാൻ പഠിപ്പിക്കാം എന്ന്. അച്ഛൻ എന്നെ കുറേ പരിപാടി വെച്ചു. ഞാൻ ES എടുത്തതിൻ്റെ ഒരു കാരണം അച്ഛനാണ്. അച്ഛൻ എനിക്ക് 200 രൂപ നോട്ട്ബുക്ക് വാങ്ങിച്ചത്. അച്ഛൻ ഓരോ ദിവസം ഒരു വിഷയം തരും, ഞാൻ ഇടതുവശത്ത് എഴുതും. ഞാൻ ഇടതുവശത്ത് എഴുതുന്ന അച്ഛൻ അതേ പേജിൻ്റെ വലതുവശത്ത് എഴുതി കാണിച്ചു തരും. അപ്പോൾ 1972 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി തുടങ്ങി. ഇന്ത്യ won its independence on August 15, 1947. അച്ഛൻ ആ സെൻറ്റൻസ് വലതുവശത്ത് മാറ്റി എഴുതി. 2.5 decades have passed since the star of independence dawned on the horizon of Indian history. ഞങ്ങളുടെ 62 സെയിമാണ്. എനിക്ക് 50 മാർക്ക് കിട്ടും, അച്ഛന് മിക്കവാറും 70 മാർക്ക് കിട്ടും. ഞാനുള്ള പച്ചവെള്ളം ചവച്ചൊടിക്കുന്ന പോലെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അച്ഛനെന്ത് ചെയ്തു? അച്ഛൻ എഴുതി, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗ്യ താരകം ഇന്ത്യയുടെ ചരിത്രത്തിന് ചക്രവാളത്തിൽ ഉദിച്ചുയർന്നിട്ട് 2.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ സാറ് അവിടെ ഭയങ്കര ആരുടെ കുട്ടി ബൊംബാസ്റ്റിക് സെൻറ്റൻസ്. ഉത്തരം എഴുതി തീരുമ്പം സാറ് പേന എടുക്കും മാർക്കിടാനായിട്ട്. അപ്പോഴാണ് ഈ ലാസ്റ്റ് സെൻറ്റൻസ് വായിക്കുന്നത്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബിട്ട ദിവസമാണ്. അച്ഛനോട് പറഞ്ഞു ആറ്റം ബോംബിനെ പറ്റി എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി നിർത്തി. റിലിജൻ വിത്ത് ഇറ്റ്സ് മോറൽസ് ആർ നെസസറി ടു പ്രിവെൻറ്റ് സയൻസ് ഫ്രം റിപ്പീറ്റിംഗ് ഹിരോഷിമാസ്. അച്ഛൻ ആ സെൻറ്റൻസ് മാറ്റി എഴുതി.
Science without religion is blind. Religion without science is lame. Religion with its ethics and morals are necessary to prevent science from repeating Hiroshimas. ഞങ്ങളുടെ 60 സെയിമല്ലേ, എനിക്ക് 50 മാർക്ക് കിട്ടും, അച്ഛന് 70 മാർക്ക് കിട്ടും. 10ൽ 6 മാർക്ക് ഇടാൻ വേണ്ടി പേന എടുത്ത സാറുണ്ടല്ലോ, 6 ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് മുകളിലും കൂടെ പൂജ്യമാക്കുക. ഇപ്പോൾ 8 മാർക്കായി. 10 യോഗത്തിന് 2 മാർക്ക് കൂടുതൽ കിട്ടിയാലേ 20 മാർക്ക് കൂടുതൽ കിട്ടി. അതോടെ നമ്മൾ റാങ്കിൻ്റെ അടുത്തെത്തും, A+ൻ്റെ അടുത്ത്. ഇവിടെയാണ് കളി. അറിവ് മാത്രമല്ല, നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഓപ്പണിംഗ് സെൻറ്റൻസും ക്ലോസിംഗ് സെൻറ്റൻസും പരീക്ഷകളിൽ എഴുതാനുള്ളതല്ല. നമ്മൾ വീട്ടിലാരെങ്കിലും അറിവുള്ള ആളുണ്ടെങ്കിൽ അവരുടെ സഹായത്തോടുകൂടി, ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി കുറേ ബൊംബാസ്റ്റിക് സെൻറ്റൻസ് എഴുതി ഒരു 20 സെൻറ്റൻസ് എഴുതി കാണാൻ പഠിച്ചേക്കണം. ഓരോ ഉത്തരം എഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ കാണാൻ പഠിച്ച് വെച്ച് ഒരു സെൻറ്റൻസ് ആദ്യം അങ്ങ് ഫിറ്റ് ചെയ്യണം. ഇതൊരു ഉത്തരം അങ്ങോട്ട് എഴുതി അവസാനം നമ്മൾ പഠിച്ച ഒരു സെൻറ്റൻസ് അവസാനം ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. സാറ് വായിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ അറിവ് കണ്ടോടാ, ഇവൻ്റെ വാക്പ്രയോഗം കണ്ടോ, ഇവൻ മഹാനായ ഒരു മനുഷ്യനായി തീരും ടീച്ചർ വിചാരിക്കും. നമുക്കറിയാവുന്ന, നമുക്ക് ആകെ അറിയാവുന്ന 20 സെൻറ്റൻസേ ഉള്ളൂ, സാറിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പേപ്പർ 1 ഉപയോഗിച്ച സെൻറ്റൻസ് തന്നെ പേപ്പർ 2 ഉപയോഗിക്കാം, അത് തന്നെ പേപ്പർ 3 ഉപയോഗിക്കാം. പേപ്പർ 1 തൃശ്ശൂർ ഇരുന്ന് സാറ് നോക്കും, പേപ്പർ 2 പാലക്കാട് നിന്ന് സാറ് നോക്കും, പേപ്പർ 3 മഞ്ഞപ്പുറമായിരുന്നത് സാറ് നോക്കും. ഈ 3 സാർമാർക്ക് മനസ്സിലാകത്തില്ല നമ്മുടെ സ്ഥിരം ബോംബാണ് ഈ സാറെന്നുള്ളത്. +2 ഞാൻ ഉപയോഗിച്ച ബോംബൊക്കെ IAS സുരക്ഷ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ഒരുത്തരും ഇതിന് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബോംബ് പ്രയോഗം ബെസ്റ്റ് പരിപാടിയാണ്, ഉഗ്രം മാർക്ക് കിട്ടും. ഇനി 7ാമത്തെ പ്രയോഗം, ബൊംബാസ്റ്റിക് ഫ്രേസസ്. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോണ്ടല്ലോ ഒരു നോട്ട്ബുക്ക് ഒരു പേനായും വെച്ചേക്കും. ആ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച സെൻറ്റൻസ് ഞാൻ ഉടനെ നോട്ട്ബുക്ക് കുറിച്ചു നോക്കും. പുസ്തകം വായിച്ചു കഴിഞ്ഞ് സെക്കൻഡ് സാറിൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ നോട്ട്ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കും. എന്നിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വേറെ വല്ലവൻ്റെ മോഷ്ടിച്ചാലേ ഇൻവേർട്ടർ കോമ ഇടണമെന്നാണ് നിയമം. ഞാനെന്ത് ചെയ്യുന്നറിയാമോ, ഇൻവേർട്ടർ കോമ ഇല്ലാതെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി വിടും. പുട്ടിന് തേങ്ങാപ്പിട്ട് കയറ്റി വിടും. സാറി ആയിരിക്കും അവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ലിയോ ടോൾസ്റ്റോയെ പോലെയും വിക്ടർ ഹ്യൂഗോയെ പോലും ഭയങ്കര അറിവ്. നമുക്കറിയാം നമ്മൾ മോഷ്ടിച്ചാൽ സാറിന് പെട്ടെന്ന് പിടികിട്ടിയല്ല. സാറിന് മനസ്സിലാവുന്നതും കോട്ടി തള്ളരുത്. ഗോഡീസിലാവുന്നൊക്കെ എഴുതി വെച്ചാൽ സാറിന് മനസ്സിലായത് ബേദോസിൽ നിന്ന് മോഷ്ടിച്ചാൽ. പെട്ടെന്ന് മോട്ടിക്കാത്ത സെൻറ്റൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻവേർട്ടർ കൊമ്മാലത് കയറ്റിയിട്ടുണ്ട്. ബൊംബാസ്റ്റിക് സെൻറ്റൻസ്, വെയ്റ്റഡ് ഫ്രേസസ്. സാറന്മാർ വരണ്ടു പോകും. ഈ കുട്ടി കൊള്ളാമല്ലോ, ആൾ കൊള്ളാമല്ലോ, ഉഗ്രം മാർക്ക്. IAS പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ബെസ്റ്റാണ്. 8ാമത്തേത് നിങ്ങൾ കൊട്ടേഷൻസ് അറിയിക്കണം. കൊട്ടേഷൻസ്, ബുക്ക് ഓഫ് കൊട്ടേഷൻ ഒന്നും വാങ്ങിച്ചാൽ അതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വിഷയങ്ങളെപ്പറ്റി, ഡെമോക്രസി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇങ്ങനെയൊക്കെ വിഷയം കിട്ടിയാണെന്നറിയണം. അതിനെപ്പറ്റി ഏറ്റവും ബെസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതി കാണാം. ഒരു 30 സെൻറ്റൻസ് ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഓഫ് കൊട്ടേഷൻ എഴുതി പേപ്പറിൽ ഒരു ബുക്കിൽ എഴുതി കാണാൻ പഠിക്കണം. ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ഇടയ്ക്കിടെ കയറ്റി വിടണം. വിക്ടർ ഹ്യൂഗോ പാവങ്ങളിൽ പറഞ്ഞതുപോലെ, ലിയോ ടോൾസ്റ്റോയ് അണ്ണാ കരണിനയിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ പ്രയോഗം. സാറന്മാർ അമ്പരന്ന് പോകും. കുട്ടിക്ക് എന്തൊരു അറിവപ്പാ, ഈ ഉത്തരം എഴുതിയപ്പോൾ തന്നെ കുട്ടി എവിടെ നിന്നല്ലോ ഉദ്ധരിച്ചിരിക്കുന്നു. ഭയങ്കര അറിവുള്ള കുട്ടി. നമുക്ക് മാത്രമേ നമുക്ക് ആകെ അറിയാൻ 20 ഉള്ളൂ. സാറിൻ്റെ ഇത് മനസ്സിലാവത്തില്ല, ഭയങ്കര മാർക്ക് കിട്ടും. ഇനി 9ാമത്തത് കോട്ടിംഗ് ഫ്രം സ്പീച്ചസ്, പ്രസംഗങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാം. അപ്പോൾ ഹ്യൂസ്റ്റൺ പീറ്റേഴ്സ് എന്നൊരാളാണ്. അദ്ദേഹം ട്രഷറി ഓഫ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പീച്ചസ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 160 പ്രസംഗം, ലോകത്തിലെ ഏറ്റവും പ്രസംഗമാണ്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു 62 പ്രസംഗം ഞാൻ എടുത്തിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചരിത്രം മാറ്റിമറിച്ച പ്രസംഗങ്ങൾ. 62 പ്രസംഗമാണ് ലോകചരിത്രത്തെ മാറ്റിമറിച്ചത്. അതിനകത്ത് ഞാൻ ഈ പുസ്തകത്തിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പുസ്തകത്തിനകത്തുനിന്ന് ഒരു 10 പ്രസംഗത്തിനകത്തുനിന്ന് എടുത്ത് കാണാൻ പഠിച്ചു വെക്കണം. പക്ഷേ അത് പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്. ആദ്യം ഉത്തര അമേരിക്കയിൽ കൊട്ടേഷൻ കൊടുക്കണം, ലിങ്കണിയോ കെന്നഡിയോ ഒക്കെ കോട്ട് ചെയ്യണം. പിന്നെ തെക്കേ അമേരിക്ക ചെല്ലണം, പാബ്ലോ നെരൂദയെ കോട്ട് ചെയ്യണം. പിന്നെ യൂറോപ്പിൽ ചെല്ലണം, ഇമാനുവൽ കാനിനെ കോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പ്ലേറ്റോയെ കോട്ട് ചെയ്യണം. പിന്നെ ആഫ്രിക്ക കയറണം, അവിടെ ചെന്നിട്ട് ആർച്ച് ടുറ്റുവിനെ കോട്ട് ചെയ്യണം. ഇന്ത്യ വരണം, ഉപനിഷത്തിൽ നിന്നൊരു സംസ്കൃതം അടിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഏതെങ്കിലും ചിന്തകൻ്റെ ഒരു സെൻറ്റൻസ്, വിവേകാനന്ദ സ്വാമിയുടെ സെൻറ്റൻസ് അടിക്കണം. ചൈനയിൽ പോകണം, കൺഫ്യൂഷ്യസിന് അനലക്സി എന്നൊരു കൊട്ടേഷൻ കൊടുക്കണം. ജപ്പാനിൽ കയറി ഇസാക്ക് സാട്ടോട്ടൊരു കൊട്ടേഷൻ കൊടുക്കണം. ഓസ്ട്രേലിയയിൽ ചെന്ന് ഗ്ലൗ വീട്ടിലെത്തിനൊരു കൊട്ടേഷൻ കൊടുക്കണം. സാറ് വരണ്ടു പോകും. സാർക്ക് എന്തൊരു അറിവുണ്ടായി കുട്ടിക്ക്. ഉത്തര അമേരിക്ക പോകുന്നു, തെക്കേ അമേരിക്ക പോകുന്നു, യൂറോപ്പിൽ പോകുന്നു, ആഫ്രിക്ക പോകുന്നു, ഇന്ത്യ പോകുന്നു, ഉപനിഷത്തിൽ പോകുന്നു, ചൈനയിൽ പോകുന്നു, ജപ്പാനിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു.
ഇവൻ ആൾ ഭയങ്കരം തന്നെ, നമുക്കറിയാവും, നമുക്കാകെ 10 സെൻറ്റൻസ് അറിയാവും, സാർമാർക്കിത് മനസ്സിലാകത്തില്ല. 10 എണ്ണം ഒരു 7 ഭൂഖണ്ഡത്തിന് അഴിച്ചു കൊടുത്താണ്ടല്ലോ, സാറ് ഫ്ലാറ്റ് ഉഗ്രം മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറേയേറെ പണികളുണ്ട്, ഞുണുക്ക് വേലകൾ. ആ ഞുണുക്ക് വേലകൾ ഒരു 12 ഞാൻ പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. പ്രിൻസിപ്പൽ ഒരു പക്ഷേ നോട്ടീസ് ബോർഡ് ഇട്ട് തരും. നിങ്ങൾ അതങ്ങോട്ട് വെച്ചിട്ട് എത്ര ടെക്നിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാമോ അത്രയുമാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടാമെന്ന മാർക്ക്, വളരെ പരീക്ഷയ്ക്ക് കിട്ടാമെന്നൊരു മാർക്ക്. ഇനി അടുത്ത പണി പഠിച്ചിട്ട് അടുത്ത എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായൊരു ചാർട്ട് ഉണ്ടാക്കണം. 2 ചാർട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഒന്ന്, ഒരു ദിവസം പഠിക്കുമ്പോൾ അതിൻ്റെ ചാർട്ട്. ഇപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് ഈ ആഴ്ച, ആ പഠിക്കാനുള്ളത് ഏതെല്ലാം ദിവസം പഠിക്കണം, ഒരു ചാർട്ട് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ ദിവസത്തെ വർക്കൗട്ട് ചെയ്യണം. ഒരു ദിവസം 24 മണിക്കൂറാണ്. ലോകത്തിൽ ദൈവം മറ്റെല്ലാത്തിലും പക്ഷഭേദം കാണിച്ച് ചിലരെ വലിയ പണക്കാരനാക്കി, ചിലരെ ഭയങ്കര ബുദ്ധിജീവികളാക്കി, ചില പെമ്പിള്ളാർക്ക് ഭയങ്കര സൗന്ദര്യം, എന്തെല്ലാം ദൈവം വേല കാണിച്ചെന്നറിയാം. പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഒരു പക്ഷപാതം കാണിച്ചിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ 24 മണിക്കൂർ, അമേരിക്കൻ പ്രസിഡന്റ് 24 മണിക്കൂർ, നിങ്ങൾക്ക് 24 മണിക്കൂർ. അതിന് ഈശ്വരൻ ഒരു പ്രത്യേക ഡിവിഷനിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജോലിക്ക് 8 മണിക്കൂർ, ഉല്ലാസത്തിന് 8 മണിക്കൂർ, ഉറക്കത്തിന് 8 മണിക്കൂർ. ഇതാണ് ഈശ്വരൻ ഡിവൈഡ് ചെയ്ത പരിപാടി. നിങ്ങൾ പഠിച്ചിട്ട് ലക്ഷ്യത്തിലെത്തുന്നവരെ ഈ സമയം ഒന്ന് മാറ്റണം. നിങ്ങളുടെ ഉറക്കം 8 മണിക്കൂർ 5 മണിക്കൂറായി കുറയ്ക്കണം. രാത്രി 11 മണിക്ക് കിടക്കുക, ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ, വെളുപ്പിന് 4 മണിക്ക് ഉണരണം, പഠിക്കണം. തലച്ചോറിന് ഏറ്റവും ബുദ്ധി വരുന്നത് വെളുപ്പിന് 4 തൊട്ട് 6 വരെയാണ്. ഉല്ലാസം 8 മണിക്കൂർ 3 മണിക്കൂറായി കുറയ്ക്കണം. IAS കിട്ടിയിട്ട് ഉല്ലസിക്കും മക്കളെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലക്ഷ്യത്തിൽ കാണുന്നവരെ ഉല്ലാസം 3 മണിക്കൂർ. അപ്പോൾ നിങ്ങൾക്ക് 16 മണിക്കൂർ കൈ കിട്ടി. അതിൽ 8 മണിക്കൂർ രാവിലെ എഴുതി റെഡിയായി മഞ്ഞപ്ര ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ ഒന്ന് പഠിച്ചു, ഹോംവർക്ക് ചെയ്തു, ട്യൂഷൻ ഉണ്ടെങ്കിൽ അതും പോയി, 8 മണിക്കൂർ പോയി. ബാക്കി 8 മണിക്കൂർ നിങ്ങളുടെ ബാക്കിയുണ്ട്. ഉറക്കം സേവ് ചെയ്ത് കിട്ടിയ 3 മണിക്കൂറും ഉല്ലാസം സേവ് ചെയ്തിട്ട് 5 മണിക്കൂറും. ആ 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതാണ് ജീവിതത്തിൽ നിങ്ങൾ എവിടം വരെ ഉയരുമെന്ന് തീരുമാനിക്കുന്നത്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിനൊരു ചാർട്ട് ഉണ്ടാക്കണം. നിങ്ങൾ +2 കഴിഞ്ഞു, നീറ്റ് പരീക്ഷ പാസ്സായി, ഡോക്ടറായി. ശരി, ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MD എടുത്ത് സ്പെഷ്യലിസ്റ്റ് ആവാം, DM എടുത്ത് സ്പെഷ്യലിസ്റ്റ് ആവാം. അതല്ലെങ്കിൽ നിങ്ങൾ MBBS ഇന്ത്യൻ മെഡിക്കൽ സർവീസിൻ്റെ പരീക്ഷ, IAS പോലെ തുല്യ പവറുള്ളൊരു പരീക്ഷ. അത് പാസ്സായാൽ നിങ്ങൾ മെഡിക്കൽ ലബോറട്ടറീസിന് ഡയറക്ടർ ജനറലാവും, നിങ്ങൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാവും, അല്ലെങ്കിൽ മിലിറ്ററി മെഡിക്കൽ സർവീസിൽ കയറും, അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ മെഡിക്കൽ സർവീസിൽ കയറും. IAS തുല്യ സർവീസ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ജോലിയും മെഡിസിനാണ്. നിങ്ങൾ UNOയ്ക്ക് 2 സർവീസുണ്ട് MBBS ഒക്കെ മത്സരിക്കാവുന്നത്. ഒന്ന് UN മെഡിക്കൽ സർവീസ്, മറ്റൊന്ന് UN ഡിസാസ്റ്റർ സർവീസ്. 2 അതെടുക്കണം. 5 ലക്ഷം രൂപ മാസം തുടങ്ങണം, 1 കോടി രൂപ ശമ്പളത്തിൽ റിട്ടയർ ചെയ്യണം പരിപാടി. അപ്പോൾ MBBS പോയാലും ശരി, പിന്നെന്തെല്ലാം എടുക്കണം? മെഡിക്കൽ കോളേജ് പ്രൊഫസർ ആവണോ, അതോ മെഡിക്കൽ റിസർച്ച് നടത്തിയിട്ട് മരുന്ന് കണ്ടുപിടിക്കണോ? മരുന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ പേര് പേറ്റൻ്റ് ആവും, ലോകാവസാനം വരെ നിങ്ങളുടെ അറിയപ്പെടും. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ സന്ധി പരമ്പരയ്ക്ക് അതിൻ്റെ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അത് വേണം. ഇനി നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിംഗ് പാസ്സായി, BTech പാസ്സായി, നിങ്ങൾ അടുത്ത പരിപാടി ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് പരീക്ഷയുണ്ട്. 48 എഞ്ചിനീയറിംഗ് സർവീസുണ്ട്. ജനറൽ ഇംഗ്ലീഷ് ഒരു പേപ്പർ, മെഡിക്കൽ സർവീസിനും എഞ്ചിനീയറിംഗ് സർവീസ്. ജനറൽ സർവീസ് ഒരു 100 മാർക്ക്, ജനറൽ നോളജ് 100 മാർക്ക്. പിന്നെ മെഡിസിനോ എഞ്ചിനീയറിംഗ് ഏതാണെന്ന് വെച്ചാൽ 200 മാർക്കുള്ള 4 പേപ്പർ, 800 മാർക്ക്. അടിച്ച് കയറിയാലുണ്ടല്ലോ നിങ്ങൾ വലിയ നിലകളിലെത്തും. 23-ാം വയസ്സിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പാസ്സായാലാണ് മെട്രോ ശ്രീധരൻ, പാലക്കാട്ടുകാരൻ മെട്രോ ശ്രീധരൻ. എവിടം വരെ എത്തി? ഡൽഹി മെട്രോ പണിഞ്ഞു, ബാംഗ്ലൂർ മെട്രോ പണിഞ്ഞു. റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് നമ്മൾ എറണാകുളം മെട്രോ പണിയാൻ. അപ്പോൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതിനടിയിൽ നിങ്ങളുടെ പേര്, എഞ്ചിനീയേഴ്സ് നിങ്ങളുടെ പേര് എൻ്റെ താഴെ. എന്തൊരു സ്ഥാനമാണ്! നിങ്ങൾക്ക് UNOയുടെ എഞ്ചിനീയറിംഗ് സർവീസ് ഉണ്ട്, UNOയുടെ UN ഡിസാസ്റ്റർ റിലീഫ് സർവീസ് ഉണ്ട്. അതിന് തലവൻ ഇപ്പോൾ ഒരു മലയാളിയാണ്, അങ്കമാലിക്കാരൻ മുരളി തുമ്മാരോടിയാണ് UN ഡിസാസ്റ്റർ റിലീഫ് സർവീസിന് തലവൻ. നിങ്ങൾക്ക് അവിടെ എത്താം. പിന്നെ
മൾട്ടിനാഷണൽ കമ്പനി എഞ്ചിനീയറായിട്ട് കയറാം. നാഗർകോവിലിലെ ഒരു ഡെപ്യൂട്ടി എഞ്ചിനീയറായിരുന്നു എൻ്റെ മകൻ സുന്ദർ പിച്ച. പേരുകേട്ട വിചാരിക്കും പിച്ച നിന്ന് നടക്കുന്ന ആരാണ്ടാണ്. സുന്ദർ പിച്ചയുടെ ശമ്പളത്താണെന്നറിയാമോ? 1 crore പെർ ഡേ. ഒരു ദിവസം 1 കോടി രൂപ, 365 കോടിയാണ് അയാളുടെ ശമ്പളം, സുന്ദർ പിച്ചയുടെ. ഇവിടെ ഇരിക്കുന്ന ഏത് കുട്ടിക്കാവാം. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അത് പഠിച്ച് ഇങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ബിടെക് പഠിച്ചിട്ട് ശാസ്ത്രജ്ഞനാവണം. തൃശ്ശൂർ ഒരു ബിടെക് പഠിച്ച കുട്ടിക്ക് ജോലിയില്ല. ഞാൻ തൃശ്ശൂർ DAG. അപ്പോൾ പിള്ളേർക്ക് ഏത് സമയത്ത് എൻ്റെ ഓഫീസിൽ കയറി വരാം, ആരും തടയത്തില്ല. അപ്പോൾ ഈ കുട്ടി കയറി വന്നു, സാറേ എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല സാറേ, എനിക്കൊരു ഐഡിയ. എന്ന് വെച്ചാൽ എന്തുവാ സാറേ, ഈ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു ജർമ്മനിയിലും ഫ്രാൻസിലും ഇറ്റലിയിലും. നമ്മൾ കൊള്ളാം, നല്ല കാര്യം, നമുക്കത് പ്രയോജനപ്പെടുത്തിയാലോ? എന്ന് വെച്ചാൽ എങ്ങനെയാണ് സാർ, എനിക്കൊരു സഹായം ചെയ്യണം. ഈ കേരളത്തിൽ ഒരുപാട് കവുങ്ങിൻ്റെ പാളയുണ്ട്. ആ പാള നമുക്ക് പ്ലേറ്റാക്കി യൂറോപ്പിൽ അയച്ചു കൊടുക്കാം. സാർ ഇത് ബയോഡിഗ്രേഡബിൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചിടാന്ന്. ഇവനെന്തായാലും നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പം സ്റ്റീൽ പ്ലേറ്റില്ലേ, ചോറിടുക, 5 കറി ഇടുക. ഇവന് ഈ 2 രൂപയ്ക്ക് കവുങ്ങിൻ്റെ പാള വേസ്റ്റ് പ്രോഡക്റ്റാണ്, ഭിക്ഷക്കാരെ കൊണ്ടൊക്കെ കളക്ട് ചെയ്യിച്ച്. ഇവനെന്തായാലും ഈ പാള അങ്ങോട്ട് കയറ്റിയിട്ട് യന്ത്രത്തിനകത്ത് ഞെക്കുമ്പം ഈ ചോറും 5 കറിയും വിളമ്പുന്ന കവുങ്ങിൻ്റെ പാളയുടെ പ്ലേറ്റാക്കി. ഞാൻ നേരെ ജർമ്മനിയിലെ അംബാസഡറെ വിളിച്ച്, ഞാൻ പഠിപ്പിച്ച IAS പരീക്ഷ പാസ്സാക്കിയൊരു പയ്യനാണ്. ഞാൻ ചെയ്തുതരാം സാറായിരുന്നു. ഞാനിവിടുന്ന് എൻവയൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, ദിസ് ഈസ് ബയോഡിഗ്രേഡബിൾ. ഇവനങ്ങോട്ട് കയറ്റിയേക്കാൻ തുടങ്ങി. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ച കാരണം ഇത് ആഹാരം കഴിച്ചിട്ട് എയർ കൊടുത്താൽ മതി, അത് പ്രകൃതിയുമായി ലയിച്ചോളും. ഒരു 5 മാസത്തിന് മുമ്പ് ഞാൻ ഒരു മീറ്റിംഗ് പ്രസംഗിച്ച ഇവൻ ഓടി വന്നു. ഞാൻ ഞങ്ങളുടെ എൻ്റെ ബിസിനസ് ശരിക്കും കയറി സാർ, എനിക്ക് 8 കോടി രൂപ ഇപ്പോൾ മിച്ചമുണ്ടെന്നോ. 8 കോടി. കേരളം മുഴുവൻ നാശം ഉണ്ടായിരിക്കുന്ന കവുങ്ങിൻ്റെ പാളാണ്. അവൻ കോടീശ്വരനായി. കാര്യം അവൻ ബിടെക് പഠിച്ചിട്ട് ആ ഐഡിയ അവൻ്റെ അടുത്ത് പ്രയോഗിച്ചു. തമിഴ്നാട്ടിൽ മുഴുവൻ വരൾച്ച. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ റോഡിൽ വന്ന് നിൽക്കുക. താമ്പരത്തുനിന്ന് ലോറി വരും, അതിനകത്തുനിന്ന് ഒരു ബക്കറ്റ് വെള്ളം പിടിക്കാൻ വേണ്ടി. ബിടെക് പാസ്സായിട്ട് ജോലി കിട്ടാക്കുന്നൊരു പയ്യൻ അവന് ഒരു കിയോസ്ക് കണ്ടുപിടിച്ചു. ആ കിയോസ്ക് ഓൺ ചെയ്തിട്ടാൽ നേരം വിളിക്കുമ്പം 12 ലിറ്റർ അന്തരീക്ഷ നീരാവി വെള്ളമായിട്ട് അവിടെ ഫോം ചെയ്യും. പ്യുവർ വാട്ടറല്ലേ. ജയലളിത അന്നത്തെ മുഖ്യമന്ത്രി അവൻ്റെ 20,000 കിയോസ്കിന് ഓർഡർ ചെയ്തു. എല്ലാ സർക്കാർ ഓഫീസിലും ഒരു കിയോസ്ക്, സർക്കാരിലെ എല്ലാ ചീഫ് സെക്രട്ടറി DGP വീട്ടിൽ ഓരോ കിയോസ്ക്. അപ്പോൾ റോഡിൽ പോയി തണ്ടണ്ട. നേരം വിളിക്കുമ്പോൾ 12 ലിറ്റർ വെള്ളം പ്യുവർ വാട്ടർ എന്നറിയും. പകൽ വീട്ടിലാവശ്യത്തിന് മുഴുവൻ ആ വെള്ളം ഉപയോഗിക്കാം, പ്യുവർ വാട്ടർ. കുക്കിങ്ങിനൊക്കെ ആ വെള്ളം ഉപയോഗിക്കാം. അന്തരീക്ഷ നീരാവി വെള്ളമാക്കാൻ എത്രയോ നൂറ്റാണ്ട് നമുക്കറിയാം. പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 50,000 കിയോസ്കിന് ഓർഡർ ചെയ്തു, രാജസ്ഥാൻ ഉൾപ്പെടെ മരുഭൂമിയിലോട്ട് വെച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ എന്തുപറ്റി? ഈ കിയോസ്ക് ഉണ്ടാക്കിയവനുണ്ടല്ലോ 2,500 കോടിയുടെ ഉടമസ്ഥനാണ്. അപ്പോൾ ബിടെക് പാസ്സായിട്ട് കണ്ടുപിടിക്കുക, ശാസ്ത്രജ്ഞനാവാം, ഇൻവെൻഷൻ നടത്താം, നിങ്ങളുടെ പേര് പേറ്റൻറ്റ് കിട്ടും. ലോകാവസാനം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആവാം. നിങ്ങൾക്ക് BSc BEd പാസ്സായിട്ട് ടീച്ചറാവാം, MAയും സെറ്റും പാസ്സായിട്ട് നെറ്റും പാസ്സായിട്ട് കോളേജ് ലെക്ചറാവാം. ടീച്ചിങ് ഈസ് ദ ഗ്ലോറിയസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷൻ. ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ജോലി ടീച്ചിങ് പ്രൊഫഷനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു 2.5 കൊല്ലം മാരുവാൻ സ്കൂളിൽ ലെക്ചറായിരുന്ന കാലഘട്ടം. ഒരു പോലീസിന് അതിൻ്റെ 7 അലോകത്ത് എത്താൻ പറ്റിയില്ല. നിങ്ങളെ പഠിപ്പിക്കാൻ പോയി 1000കണക്കിന് കുട്ടികളെ ജീവിതത്തിൽ വഴിതിരിച്ച് വിടാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ തീരുമാനിക്കണം ഏത് ഡിഗ്രിക്ക് പോകണം, അത് കഴിഞ്ഞ് ഏത് ജോലിക്ക് പോകണം. അപ്പം അങ്ങോട്ട് പറഞ്ഞിരിക്കണം. ഇനി ഞങ്ങളൊക്കെ വീടിനടുത്ത സ്കൂളിൽ പോയി പഠിച്ചു, വീടിനടുത്ത കോളേജിൽ പോയി പഠിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഗതികളുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ലോകത്തിൽ ഏത് രാജ്യത്തും പോയി ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിക്കാം. വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന 700 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ സാന്റാ മോണിക്കയുടെ അഡ്വൈസറായിട്ടിരുന്ന് കഴിഞ്ഞ വർഷം 7,500 പേരാണ് വിദേശത്ത് പഠിക്കാൻ പറ്റത്. ഞാൻ ലിസ്റ്റ് പ്രിൻസിപ്പൽ അയച്ചു കൊടുത്തേക്കാം. ആ രാജ്യവും യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യാം. പിന്നെ വിദേശ സ്കോളർഷിപ്പ് പഠിച്ചെടുക്കാൻ നോക്കണം. നിങ്ങൾ കഴിഞ്ഞ മാസം പദ്ധതി വായിച്ചില്ലേ? ഇടുക്കി എന്നൊരു കുട്ടിക്ക് 20 കോടി സ്കോളർഷിപ്പ്, റോയൽ കോളേജ്. ഇവിടേക്ക് നിങ്ങൾക്ക് ഏത് കുട്ടിക്കും പറ്റും റോയൽ കോളേജിൻ്റെ സ്കോളർഷിപ്പ് പഠിച്ചാൽ.
20 കോടി രൂപ കിട്ടും. കഴിഞ്ഞ പോലെ നിങ്ങൾ പദ്ധതി വായിച്ചില്ലേ? കോഴഞ്ചേരിക്കാർ ഒരു പെൺകുട്ടിക്ക് 1,68,00,000 രൂപ സ്കോളർഷിപ്പ്. എൻ്റെ ഒരു കസിൻ്റെ മോളാണ്. ഞാൻ കോഴഞ്ചേരി പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിങ്ങിനിടയ്ക്ക് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ്. ഞാൻ മേടിച്ചെന്ന് പെങ്ങളെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. പെങ്ങളുടെ പെങ്ങൾ പറഞ്ഞു, ചായ എൻ്റെ മോക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ചായ സ്കോളർഷിപ്പ്. ഞാനൊരു 20 സ്കോളർഷിപ്പ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അടിച്ച് പറത്തി 1,68,00,000 രൂപ സ്കോളർഷിപ്പിന് കയറി. ഞാനങ്ങ് മഞ്ഞളിച്ച് പോയി. ആ കുട്ടി അപ്പം പറയായിരുന്നു, പൊന്നിച്ചായ 10 ലക്ഷം ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, മോൾ 1,68,00,000 അടിച്ചുകൊണ്ട് വന്നിരിക്കാൻ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് 2.5 കോടി രൂപ, ഹാർവാർഡിൻ്റെ സ്കോളർഷിപ്പ് 5 കോടി രൂപ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് സ്കോളർഷിപ്പ് 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സ്കോളർഷിപ്പ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഏത് കുട്ടിക്കും പറ്റിയ സ്കോളർഷിപ്പ് പഠിച്ചെടുക്കാം. ഞാനൊരു 83 പ്രധാന സ്കോളർഷിപ്പ് പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. നിങ്ങളതൊന്നെടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ. ഒരു സ്കോളർഷിപ്പ് പഠിച്ചിട്ട് അടിച്ച് പറത്തിയങ്ങ് പൊക്കോണം. ഉലകമേ തറവാട്, ലോകം മുഴുവൻ പോയി അടിച്ച് പറത്തിരിച്ചു വരാം. സ്കോളർഷിപ്പ് വഴി പഠിക്കാം. CV രാമൻ നോബൽ സമ്മാനം കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ അനന്തരം എന്നെ വിളിച്ചു, എടാ മോനെ, നീ ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല, എനിക്ക് നോബൽ സമ്മാനം കിട്ടിയ പൈസ കൊണ്ട് ഞാൻ തന്നെ അമേരിക്ക വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അമേരിക്ക വിട്ട് പഠിപ്പിച്ച് അവസാനം അവൻ നോബൽ സമ്മാനം നേടി. ഹർഗോവിന്ദ് ഖൊറാന നോബൽ സമ്മാനം നേടി. അവിടെയാണ് പ്രശ്നം. മക്കളെ പഠിപ്പിക്കാൻ അയാൾ ആ പൈസ ഉപയോഗിച്ചു. നോബൽ സമ്മാനം കിട്ടിയവരൊക്കെ ഇന്ത്യക്കാർക്ക് നോബൽ സമ്മാനം കിട്ടിയവൻ പഠിച്ച എവിടെയാണ്? അവൻ വിദേശത്താണ്. വിദേശത്ത് പോയി പഠിക്കണം, നോബൽ സമ്മാനം കടിച്ചുകൊണ്ട് വരണം. ഇന്ത്യയിൽ 10 പേർക്ക് നോബൽ സമ്മാനം കിട്ടി. 2 വിദേശികളാണ്, 5 ബംഗാളികളാണ്, 2 തമിഴനും. ഇതുവരെ മലയാളിക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. സമരം ചെയ്യാനും കല്ലെറിയാനും വല്ല നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് മലയാളി അടിച്ചതന്നെയായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നോബൽ സമ്മാനം ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങളൊരാൾ നോബൽ സമ്മാനം അടിച്ചുകൊണ്ട് വരണം. നിങ്ങൾക്ക് പറ്റും. ഇപ്പോഴേ നിങ്ങൾ നോക്കിയാൽ മതി. ഈ 83 എണ്ണത്തിൽ ഒരു സ്കോളർഷിപ്പ് പഠിച്ചെടുത്ത് വിദേശത്ത് പോയി പഠിച്ചിട്ട് പോയാൽ നോബൽ സമ്മാനം ജയിച്ച് തിരിച്ചു വരാൻ പറ്റും വളരെ ശ്രദ്ധേയമായിട്ട്. എൻ്റെ പ്രസംഗം 2 മണിക്കൂറാതെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ച്, നിങ്ങൾ പഠിക്കുമ്പോഴും ജോലി കിട്ടാനും പഠിക്കാനുമായിട്ടുള്ള കുറേ എളുപ്പ വിദ്യകൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞാണ്. ഞാനൊരു 90ഓളം വീഡിയോസ് നിങ്ങളുടെ പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തേക്കാം. ആവശ്യമുള്ള നിങ്ങളെടുത്ത് പ്രയോഗിച്ച് ജീവിതത്തിൽ വലിയ നിലകളിലെത്തണം. നിങ്ങളങ്ങനെ വലിയ നിലകളിലെത്തുമ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഈ സ്കൂളിലെ ടീച്ചേഴ്സിനും ഈ നാടും നിങ്ങളെപ്പറ്റി അഭിമാനം കൊള്ളും. ഇതുപോലൊരു സെൻട്രൽ സ്കൂൾ ഇതുപോലൊരു ഗ്രാമത്തിൽ സ്ഥാപിക്കാൻ ഇതിൻ്റെ സ്ഥാപകരും ഭാരതീയ വിദ്യാഭവനും ശ്രമിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സെൻട്രൽ സ്കൂളിൽ പഠിക്കാൻ പറ്റും, CBSE സിലബസിൽ പഠിക്കാൻ പറ്റും. ഓരോ കൊല്ലവും IAS റിസൾട്ട് വരുമ്പം അതിൽ 70% കുട്ടികളും CBSE സ്കീമിൽ പഠിച്ച കുട്ടികളാണ്. കാര്യം എന്താണ്? IAS പരീക്ഷയുടെ ജനറൽ സ്റ്റഡീസിൻ്റെ 22% ചോദ്യം CBSE സിലബസിലെ 12ാം ക്ലാസ്സിലൊരു സിലബസാണ്. അപ്പോൾ CBSEക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഈ IAS പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റും. SLCക്ക് ഒക്കെ ഗുണമില്ല. അതുകൊണ്ടാണ് SLC പഠിച്ച് പാസ്സാകുന്നതിന് കഷ്ടിച്ച് 10% താഴെയുള്ളൂ. അപ്പോൾ ഇതുപയോഗിച്ച് നിങ്ങൾ വലിയ വലിയ പരീക്ഷകൾ പാസ്സാവണം. CBSE പാസ്സാവണം, സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവണം. അതിനും കൂടാണ്. പണ്ട് തിരുവനന്തപുരത്ത് എറണാകുളത്ത് മാത്രമേ കുട്ടികൾക്ക് ഈ സെൻട്രൽ സ്കൂളിലും CBSE സിലബസിലും പോകാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ എറണാകുളത്തിൻ്റെ മകളുടെ മകളെ എറണാകുളത്തൊരു സെൻട്രൽ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി. 2.5 ലക്ഷം രൂപ അഡ്മിഷൻ ഫീസ്. 2.5 ലക്ഷം. ഒരു മാസം 8,000 രൂപ ഫീസ്. എന്നുവെച്ചാൽ പൊന്നുമോനെ എന്തിനാണ് ഈ മോളെ ഇവിടെ വിടുന്നത്? അത് സ്റ്റാറ്റസ്. എറണാകുളത്ത് ആ സ്കൂളിൽ പഠിക്കുന്ന വലിയ സ്റ്റാറ്റസാണ്. അപ്പോൾ 2.5 ലക്ഷം രൂപ അഡ്മിഷൻ ഫീസ്, 8,000 രൂപ മാസ ഫീസൊക്കെ അടച്ച് പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഫെസിലിറ്റി ഭാരതീയ വിദ്യാഭവൻ മഞ്ഞപ്ര പോലൊരു ഗ്രാമത്തിൽ നിന്ന് തന്നിരിക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണെന്ന് അറിഞ്ഞാണ്. അപ്പോൾ അത് എനിക്കൊന്നും കിട്ടാത്ത ഭാഗ്യം നിങ്ങൾക്ക് ഈശ്വരൻ തന്നു. അത് ഉപയോഗിച്ചിട്ട് വലിയ പരീക്ഷകൾ പാസ്സായി വലിയ നിലയിലെത്തണം. നിങ്ങളാണ് വലിയ നിലകളിലെത്തുമ്പോൾ നിങ്ങളെ ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം. ഞാൻ DIG ആയപ്പോഴും IG ആയപ്പോഴും DGP ആയപ്പോഴും എന്നെ പഠിപ്പിച്ച സാറന്മാർ ജീവിച്ചിരിക്കുന്നവരുടെല്ലാം വീട്ടിൽ പോയി കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ ആ കസറിലേക്ക് പോയിരുന്നിട്ടുള്ളൂ. ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മഞ്ഞപ്രയും ഈ ചുറ്റുമുള്ള ഒരു 10 ചതുരശ്ര കിലോമീറ്ററിൽ അറിയുന്നുള്ളൂ. പക്ഷേ നിങ്ങളൊരാൾ
വലിയ ഉയരങ്ങളിലെത്തി. അവരെ ഓർത്താൽ സിറ്റുവേഷൻ ഡിഫറൻ്റാണ്. APJ അബ്ദുൽ കലാം രാമേശ്വരത്ത് സ്കൂളിൽ പഠിച്ചു. രാമേശ്വരം എന്ന് പറഞ്ഞാൽ 6 ചതുരശ്ര കിലോമീറ്റർ ഒരു കൊച്ചു ദ്വീപാണ്. ഇപ്പോഴാണ് പാമ്പാൻ പാലം പണിഞ്ഞ് എന്നെ കണക്ട് ചെയ്തത് ഇന്ത്യയുടെ വൻകരയായിട്ട്. അദ്ദേഹത്തെ പഠിപ്പിച്ച സാറന്മാരെ 6 ചതുരശ്ര കിലോമീറ്റർ അറിയത്തുള്ളായിരുന്നു. പക്ഷേ APJ അബ്ദുൽ കലാം പ്രസിഡൻ്റായി. അത് വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ എഴുതി. അതിൽ തന്നെ സ്കൂളിൽ പഠിപ്പിച്ച ശ്രീനിവാസ് അയ്യരെ പറ്റിയും രാമേന്ദ്രൻ സാറിനെ പറ്റി പറഞ്ഞു. ഇപ്പം എന്തുപറ്റി? രാമേശ്വരത്ത് മാത്രം അറിയപ്പെടുന്ന സാറന്മാർ ലോകത്തിലെ 6 ഭൂഖണ്ഡങ്ങളിൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന സാറന്മാരായി മാറി. നിങ്ങളിതുപോലെ വലിയ നിലകളിലെത്തി. ഒരു ആത്മകഥ എഴുതുന്ന കുട്ടികൾ ചിലപ്പോൾ 2% കാണത്തുള്ളൂ. നിങ്ങൾ ആത്മകഥ എഴുതുമ്പം നിങ്ങളെ ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സും ആ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗുണം ചെയ്തു നിങ്ങളെ പരീക്ഷ അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചാണ്ടല്ലോ, ഈ മഞ്ഞപ്പുറ സ്കൂളിലെ ടീച്ചേഴ്സ് ലോകം മുഴുവൻ അറിയുന്ന ടീച്ചേഴ്സാവും. അതുകൊണ്ട് വലിയ നിലകളിലെത്തി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ സ്കൂളിലെ ടീച്ചേഴ്സിനും ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം കൊടുക്കാൻ നിങ്ങൾക്കേവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.